صلى الله على محمد صلى الله عليه وسلم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على سيدنا മുഹമ്മദ് അലി സയ്യിദിന മുഹമ്മദ്. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ, ഞാൻ ഡോക്ടർ സുബൈർ ഉദവി ചേകനൂർ. നമ്മുടെ ഹദീസ് ക്ലാസ്സിലെ കിതാബുൽ ലിബാസ്, വസ്ത്രങ്ങളെക്കുറിച്ചുള്ള അധ്യായമാണ്. വസ്ത്രധാരണം, വസ്ത്രം എന്നിവയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതെല്ലാം തരത്തിലുള്ള അധ്യാപനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാൽ പറഞ്ഞു, ഇൽബസു മിൻ സിയാബിക്കും അൽ ബയാദ് ഫഇന്നഹാ മിൻ ഖൈരി സിയാബിക്കും വകഫിനു ഫിഹാ മൗതാക്കും. അപ്പോൾ വെള്ള വസ്ത്രം ദീനിൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ട വസ്ത്രമാണ്. വെള്ള വസ്ത്രം ധരിക്കൽ പുണ്യമുള്ളതാണ്. ഇൽബസു മിൻ സിയാബിക്കും അൽ ബയാദ്, നിങ്ങളുടെ വസ്ത്രത്തിൽ നിന്ന് വെള്ളയെ നിങ്ങൾ ധരിക്കുക. ഫഇന്നഹാ മിൻ ഖൈരി സിയാബിക്കും, അത് നിങ്ങളിൽ വസ്ത്രങ്ങളിൽ നിന്ന് ഏറ്റവും ഖൈറായത് വെള്ള വസ്ത്രമാണ്. വകഫിനു ഫിഹാ മൗതാക്കും, നിങ്ങളിൽ നിന്ന് മരിച്ച ആളുകളെ നിങ്ങൾ കഫൻ ചെയ്യേണ്ടതും വെള്ള വസ്ത്രത്തിലാണെന്ന് റവാഹു അബൂ ദാവൂദ് വത്തുർമുദി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അപ്പോൾ വെള്ള വസ്ത്രം ദീനിൽ പുണ്യമുള്ളതാണ്, ധരിക്കൽ സുന്നത്തുള്ളതാണ്, നബിക്ക് ഇഷ്ടമായിരുന്നു, നബി പ്രോത്സാഹിപ്പിച്ചതാണ്. അതാണ് വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് ഒരു ഹദീസ്. عن أبي رمثة رفاعة التميمي رضي الله عنه قال رأيت رسول الله صلى الله عليه وسلم عليه ثوبان أخضران. റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ റിംസ റിഫാഅത്തു തമീമി റളിയല്ലാഹു അൻഹു പറയാൻ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു. അലൈഹി സൗബാനി അഖ്ലറാനി, നബിയുടെ മേൽ രണ്ട് പച്ച വസ്ത്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. റവാഹു അബൂ ദാവൂദ് വത്തുർമുദി. വഅൻ ജാബിർ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദഖല യൗമ ഫത്ഹി മക്ക, ഫത്ഹു മക്കന്റെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവേശിച്ചു. വഅലൈഹി ഇമാമത്തുൻ സൗദ, നബിയുടെ തലയിൽ ഒരു കറുത്ത തലപ്പാവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഹദീസുകൾ, ഇതുപോലെയുള്ള വിവിധ നിറത്തിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അണിഞ്ഞതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ രേഖപ്പെടുത്തി ഇമാം നബവി തങ്ങൾ അതിന് തലവാചകം നൽകിയത്, നബിക്ക് വെള്ള ഇഷ്ടമായിരുന്നു, നബി വെള്ള വസ്ത്രം ധരിക്കൽ സുന്നത്താണ്. പിന്നെ പച്ച, ചുവപ്പ്, അതുപോലെ തന്നെ കറുപ്പ്, അങ്ങനെ തുടങ്ങിയുള്ള കളറുകളുള്ള വസ്ത്രങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലപ്പോഴായി ധരിച്ചിരുന്നു. അതൊക്കെ ഹലാലാണ് എന്ന രീതിയിൽ. ഇതൊക്കെ വരുമ്പോൾ ഇതിലൊക്കെ ഒരു വ്യക്തി ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും മതപരമായ ഒരു അവബോധം, ഒരു ഉത്ബോധനം, ഒരു കാഴ്ചപ്പാട്, ഒരു ഗൈഡൻസ്, ഒരു ഡിസിപ്ലിൻ, ഒരു അച്ചടക്ക രീതി, ഒരു പിൻപറ്റാനുള്ള ഒരു മാർഗ, ഒരു ദർശനം, ഇതെല്ലാം ഇത് ഇസ്ലാമിലുണ്ട് എന്നുള്ളതാണ് ഇസ്ലാമിനെ സമഗ്രമാക്കുന്നത്. പെട്ടതാണ്. അപ്പോൾ വസ്ത്രധാരണത്തിനും ഇസ്ലാമികമായ ഒരു കാഴ്ചപ്പാടുണ്ട് എന്നർത്ഥം. ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത്, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, കുഫിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഫൻ ചെയ്യപ്പെട്ടു. ഫി സലാസത്തി അസ്വാബിൻ, 3 വസ്ത്രത്തിൽ, ബീളിൻ, വെള്ള കളറുള്ള 3 വസ്ത്രത്തിൽ, സുഹൂലിയത്തിൻ, സഹൂൽ എന്ന് പറയുന്ന യമനിൽ നിന്നുള്ള പ്രദേശത്ത് നിന്ന് വരുന്ന വസ്ത്രത്തിൽ, ആ പ്രദേശത്തിലേക്ക് ചേർക്കപ്പെട്ട വസ്ത്രമാണ്, അഥവാ അവിടുത്തുകാർ നെയ്തുണ്ടാക്കിയതാണ്. മിൻ കുർസുഫിൻ, പഞ്ഞിയിൽ നിന്നാണ് അവർ ആ വസ്ത്രം നെയ്തുണ്ടാക്കുന്നത്. ലൈസ ഫിഹ ഖമീസുൻ വല ഇമാമത്തുൻ, നബിയുടെ കഫംപുടയിൽ ഖമീസോ കുപ്പായമോ ഇമാമത്തോ തലപ്പാവോ ഒന്നും വെച്ചിരുന്നില്ല. നബിയുടെ 3 വെള്ള സഹൂലി, കുർസുഫിനാലുള്ള കുത്തനിനാൽ, പഞ്ഞിയാൽ നിർമ്മിക്കപ്പെട്ട സഹൂലിലെ യമനിലെ ആ പ്രദേശത്ത് നിന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാറുള്ള വസ്ത്രങ്ങളിൽ നിന്ന് 3 തുണിയായിരുന്നു, വെള്ള തുണിയായിരുന്നു നബിയുടെ കഫംപുടയായിട്ടുണ്ടായിരുന്നത് എന്നാണ് ഈ ഹദീസ് പഠിപ്പിച്ചു തരുന്നത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടൊന്ന് വസ്ത്രത്തിന്റെ നിറവുമായി ബന്ധപ്പെട്ടിട്ടാണ് പഠിപ്പിച്ചത്. അതുപോലെ തന്നെ കഫംപുടയുടെ കാര്യം പറഞ്ഞു. പിന്നെ ഈ നെരിയാണിക്ക് കീഴെ ആണുങ്ങൾ വസ്ത്രം ധരിക്കുന്നത്, അഹങ്കാരത്തോടുകൂടെ വസ്ത്രം താഴ്ത്തിയിടുന്നത്, അത് പല ഹദീസുകളിലായി വളരെ ഗൗരവമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയൊരു സംഗതിയാണ്. വസ്ത്രം നിലത്തിട്ട് വലിക്കരുത് എന്നർത്ഥം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാൽ പറഞ്ഞു, മൻ ജറ സൗബഹു ഖുയറാ, ആരെങ്കിലും തന്റെ വസ്ത്രത്തെ വലിച്ചു,
കൊണ്ട് നടന്ന് വലിച്ചു നീട്ടി നർത്ഥം, അതിനെ വലിച്ചു കാലിന്റെ കീഴെ നെരിയാണിക്ക് താഴെ വസ്ത്രം അങ്ങനെ വലിച്ചു നീട്ടിയാൽ നീണ്ടുപോയാൽ ഹൊയല അഹങ്കാരത്തോടു കൂടി ലം യൻദുരില്ലാഹു ഇലൈഹി അള്ളാഹു അവനിലേക്ക് നോക്കൂല യൗമൽ ഖിയാമ ഖിയാമത്ത് നാളെ ദിവസം. അപ്പൊ അത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണെന്നാണ് പറഞ്ഞത്. ഫഖാല അബൂബക്കർ, അപ്പൊ അബൂബക്കർ അള്ളാഹുവിന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഇന്ന ഇസാരി യസ്തറഹി ഇല്ല അന്ന തഅഹദഹു, ഞാൻ അറിയാത്ത നബി എന്റെ വസ്ത്രങ്ങൾ താഴേക്ക് വീണു പോകാറുണ്ട്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി പറഞ്ഞു, ഇന്നക ലസ്ത മിമ്മൻ യഫ്അലു ഖുയലാ, നിങ്ങളത് അഹങ്കാരത്തോടെ ചെയ്യുന്നവരിൽ പെട്ടതല്ല. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്, ഒന്ന് മനുഷ്യന്മാർ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട്. അപ്പോ നെരിയാണിക്ക് താഴെ വസ്ത്രം താഴ്ത്തിയിടുന്നതിനെ കുറിച്ച് എല്ലാവരും സൂക്ഷിച്ച് ജീവിക്കണം. അത് അഹങ്കാരത്തോടെയാണെങ്കിൽ പ്രത്യേകിച്ചും ഗൗരവമുള്ള നിഷിദ്ധമായ ഒരു കാര്യമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിലെന്ത് എന്ന് ചിലപ്പോൾ യുക്തി ചോദിക്കാം. അത് സമയനാവാത്ത ഈമാനിന്റെ ഭാഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ പ്രത്യേകിച്ചും അഹങ്കാരത്തോടുകൂടി ഒരുപാട് ഹദീസുകൾ ഇതുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അബി ജുറൈം ജാബിർ ഇബ്നു സുലൈം റളിയല്ലാഹു അൻഹു ഖാൽ, ഇതുമായി ബന്ധപ്പെട്ട് വിശാലമായ ഒരു ഹദീസ്. മഹാനായ അബൂ ജുറൈ ജാബിർ ഇബ്നു സുലൈം റളിയല്ലാഹു അൻഹു പറയാണ്, റഅയ്തു റജുലൻ യസ്ദുറു അൻ-നാസു അൻ റഅയിഹി ലാ യഖൂലു ഷൈഅൻ ഇല്ലാ സദറു അൻഹു, ഞാനൊരു ആളെ കണ്ടു, യസ്ദുറു അൻ-നാസു, ജനങ്ങള് അൻ റഅയിഹി, മൂപ്പര അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട് ജനങ്ങൾ ഇങ്ങനെ ചെല്ലാണ്, ജനങ്ങള് മൂപ്പര അഭിപ്രായങ്ങൾ ഇങ്ങനെ ചോദിക്കാൻ, ലാ യഖൂലു ഷൈഅൻ ഇല്ലാ സദറു അൻഹു, മൂപ്പരടുത്ത് നിന്ന് വന്നിട്ടല്ലാതെ ഒരു വാക്കും ലാ യഖൂലു ഷൈഅൻ, അവർ നബിയിൽ നിന്ന് കിട്ടിയിട്ടല്ലാതെ ഒരു വാക്കും നബി പറയില്ല. അപ്പോ അങ്ങനത്തെ ഒരു നബി ഇങ്ങനെ ഒരു വാക്ക് നബി ഇങ്ങനെ പറഞ്ഞ് കേൾക്കാൻ വേണ്ടി, നബി അനുസരിക്കാൻ വേണ്ടി, നബി പറയുന്നതൊക്കെ ഇങ്ങനെ അന്വേഷിച്ചിട്ട് എന്താണെന്ന് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമൂഹത്തെ ഞാൻ കണ്ടു. കുൽത്തു, ഞാൻ ചോദിച്ചു, മൻ ഹാദാ, ആരാണ് ഇപ്പൊ ഇയാൾ? ജനങ്ങളൊക്കെ മൂപ്പരെന്തൊക്കെ പറയണെന്ന് കേൾക്കാൻ ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്ന ഈ മനുഷ്യൻ ആരാണ്? ഖാലു, ആളുകൾ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പ്രവാചകരാണ്. കുൽത്തു, അപ്പൊ ഞാൻ പറഞ്ഞു, അലൈക്കസ്സലാം യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, നിങ്ങളുടെ മേൽ സലാം ഉണ്ടായിരട്ടെ. മറത്തേനി, 2 പ്രാവശ്യം ഞാൻ പറഞ്ഞു. ഖാല, അപ്പൊ പ്രവാചകൻ പറഞ്ഞു, ലാ തഖുൽ അലൈക്കസ്സലാം, അലൈക്കസ്സലാം എന്ന് പറയരുത്. അലൈക്കസ്സലാം എന്നത് തഹിയ്യത്തുൽ മൗത, മരണപ്പെട്ടവരോടുള്ള അഭിവാദന രീതിയാണ് അലൈക്കസ്സലാം എന്നത്. അതുകൊണ്ട് കുൽ അസ്സലാമു അലൈക, നിങ്ങൾ അസ്സലാമു അലൈക്കും എന്നാണ് പറയേണ്ടത്. നബി മൂപ്പരൊന്ന് പഠിപ്പിച്ചു കൊടുത്തു. അലൈക്കസ്സലാം എന്ന് പറയേണ്ട, അസ്സലാമു അലൈക്കും എന്നാണ് പറയേണ്ടത്. കാരണം അലൈക്കസ്സലാം എന്നുള്ളത് മരണപ്പെട്ടവരോടുള്ള അഭിവാദന രീതിയാണ്. കുൽത്തു, കാല സഹാബി പറയാണ്, കുൽത്തു, ഞാൻ ചോദിച്ചു, അന്ത റസൂലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകനാണോ? കാല, അന റസൂലുള്ളാഹി, ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണ്. അല്ലദി, എങ്ങനത്തെ പടച്ചവൻ, ഇദാ അസാബക ദർറുൻ, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ഫദഅഉതഹു, നിങ്ങൾ ആ പടച്ചവനോട് ചോദിച്ചാൽ കശഫഹു അൻക, അത് ആ പടച്ചവൻ നിങ്ങളെ തൊട്ടത് നീക്കിത്തരും. വഇദാ അസാബക ആമു സനത്തിൻ, ഒരു വർഷം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ, അഥവാ പൂർണ്ണമായും വരൾച്ചയുണ്ടായാൽ, നിങ്ങൾക്ക് കൃഷിയൊന്നും ഉണ്ടായില്ല എങ്കിൽ ഫദഅഉതഹു, നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ അൻബതഹലക, നിങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ആ പടച്ചവൻ നിങ്ങൾക്ക് വേണ്ടി കൃഷി ഉൽപ്പാദിപ്പിച്ചു തരും, മുളപ്പിച്ചു തരും. വൈദാ കുന്ത ബി അർളിൻ ഖഫ്രി, നിങ്ങളൊരു തരിശു ഭൂമിയിലായാലോ, ഫലാ, തിങ്ങളെ മരുഭൂമിയിൽ, വിജനമായ ഒരു മരുഭൂമിയിൽ നിങ്ങൾ എത്തിയാൽ, ഫദല്ലത റാഹിലതുക, നിങ്ങളുടെ വാഹനം നിങ്ങളെ തൊട്ട്, നിങ്ങളുടെ വാഹനം അല്ലെങ്കിൽ നിങ്ങളുടെ യാത്രാ സംഘത്തെ തൊട്ട് നിങ്ങൾ തെറ്റിപ്പോയാൽ, ഫദഅഉതഹു, നിങ്ങൾ ആ പടച്ചവനോട് ചോദിച്ചാൽ റദ്ദഹ അലൈക, നിങ്ങളുടെ ആ വാഹനത്തെ, യാത്രാ വാഹനത്തെ നിങ്ങൾക്ക് തിരിച്ചു തരും. കാല, അപ്പൊ ഞാൻ പറഞ്ഞു, കുൽത്തു, കാല സഹാബി പറയാണ്, കുൽത്തു, ഞാൻ പറഞ്ഞു, അഹദ് ഇലയ്യ, എനിക്കെന്തെങ്കിലും പറഞ്ഞു തരും, എനിക്ക് മനസ്സിലാക്കി തരും. കാല, ലാ തസുബ്ബന്ന അഹദൻ, നിങ്ങൾ ഒരാളെയും ചീത്ത പറയരുത്, അതാ നിങ്ങളോടുള്ള ഉപദേശം, നിങ്ങൾ ഒരാളെയും ചീത്ത പറയരുത്. കാല, അപ്പൊ ഈ മനുഷ്യൻ പറയാൻ, സഹാബി പറയാൻ, ഫമാ സബബ്തു ബഅദഹു, ആ ഉപദേശത്തിന് ശേഷം ഞാൻ ചീത്ത പറഞ്ഞിട്ടില്ല. ഹുർറൻ, ഒരു സ്വതന്ത്രനെയും, വല അബ്ദൻ, ഒരു അടിമയെയും, വല ബഈറൻ, ഒരു ഒട്ടകത്തെയും, വല ഷാത്തൻ, ഒരു ആടിനെയും, മനുഷ്യരെയോ മൃഗത്തെയോ ഒന്നും ഞാൻ അതിന്റെ ശേഷം പിന്നീട് ചീത്ത പറഞ്ഞിട്ടില്ല. പിന്നെ പ്രവാചകർ പറഞ്ഞു, വല തഹ്ഖിറന്ന മിനൽ മഅറൂഫി ഷൈഅ, നന്മയിൽ നിന്ന് ഒന്നിനെയും നിങ്ങൾ നിസ്സാരമായി കാണരുത്. വഅൻ തുകല്ലിമ അഖാക, നിങ്ങൾ നിങ്ങളുടെ സഹോദരനോട് സംസാരിക്കുമ്പോൾ, വഅൻത മുംബസിത്തുൻ ഇലൈഹി വജ്ഹുക, നിങ്ങൾ മുഖം അദ്ദേഹത്തിലേക്ക് മുന്നിട്ട്, നിങ്ങളൊന്ന് മുഖപ്രസന്നത, മുഖം ഒന്ന് വിടർത്തിയിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഒന്ന് പ്രസന്നമായ, ഒന്ന് കാണുമ്പോൾ ഒന്ന് കേൾക്കാൻ തോന്നുന്ന ഒരു പ്രസന്നവദനായിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നെങ്കിൽ, ഇന്ന ദാലിക മിനൽ മഅറൂഫി, അതൊരു മഅറൂഫിൽപ്പെട്ടതാണ്, ഒരു നന്മയിൽപ്പെട്ടതാണ്, ഒരു ഗുണത്തിൽപ്പെട്ടതാണ്. ഒരാൾക്കൊരു ആശ്വാസം, നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ, നബി പറയാൻ, നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ അയാളൊന്ന് മുഖപ്രസന്നതയോടെ സംസാരിക്കുകയാണെങ്കിൽ അതിൽ മഅറൂഫിൽപ്പെട്ടതാണ്.
അതുപോലെ പിന്നെ നബി പറഞ്ഞു, ഇതാണ് നമ്മുടെ ഈ അധ്യായവുമായി ബന്ധപ്പെട്ടത്, വർഫ ഇസാറക ലിഅ നിസ്ഫി സാഖി, നിങ്ങളുടെ തണ്ടങ്കാലിന്റെ പകുതിയിലേക്ക് നിങ്ങളുടെ വസ്ത്രം നിങ്ങൾ ഉയർത്തണം. ഫഇൻ അബൈത, അത്രണ്ട് ഉയർത്താൻ കഴിഞ്ഞ് ഫൈലൽ കഅബൈൻ, ഞെരിയാണി വരെയെങ്കിലും ഉയർത്തണം. വഇയ്യാക ഫഇസ്ബാലൽ ഇസാരി, തുണി അതിനേക്കാൾ താഴ്ത്തുന്നതിനെ, അതിനേക്കാൾ താഴെ പോകുന്നതിനെ കുറിച്ച് നിങ്ങൾ ഭയപ്പെടണം, നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്നഹാ മിനൽ മഖീല, അത് അഹങ്കാരത്തിൽപ്പെട്ടതാണ്. വഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മഖീല, അല്ലാഹു അങ്ങനത്തെ ഖുയല ആവുന്നതിനെ, അഹങ്കാരമാകുന്നതിന് അല്ലാഹുവിന് ഇഷ്ടമില്ല. വഇനിമ്രഉൻ, പിന്നെ നബി ഉപദേശിച്ചു കൊടുത്തു, വഇനിമ്രഉൻ ശതമക, നിങ്ങളെ ഒരാൾ ചീത്ത പറഞ്ഞു, വഅയ്യറക ബിമാ യഅലമു ഫീക, അയാള് നിങ്ങളിൽ അറിയുന്ന, ബിമാ യഅലമു, അയാൾ അറിയും, ഫീക നിങ്ങളിലുള്ള ഒരു മോശമായ സംഗതി കൊണ്ട് നിങ്ങളെ അയാൾ ആക്ഷേപിച്ചു, അധിക്ഷേപിച്ചു, കളിയാക്കി, നിങ്ങളെ കണ്ണിനെ, അല്ലെങ്കിൽ നിങ്ങളുടെ കാലിനെ, അല്ലെങ്കിൽ നിങ്ങളുടെ അംഗവൈകല്യങ്ങളെ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവത്തെ, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെ ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ അയബാക്കി സംസാരിച്ചു, മോശപ്പെട്ട കുടുംബം തന്നിട്ടോ, നിങ്ങളുടെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചോ, നിങ്ങളുടെ രൂപഭാവങ്ങളെ കുറിച്ചോ, നിങ്ങൾക്കുള്ള ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ മോശമാക്കിയിട്ട് ഒരാൾ സംസാരിച്ചു, അല്ലെങ്കിൽ നിങ്ങളെ ചീത്ത പറഞ്ഞു, എന്നാൽ ഫലാ തുഅയ്യിറുഹു ബിമാ തഅലമു ഫീഹി, തിരിച്ച് നീ ഇങ്ങനൊക്കെയല്ലേ, നിന്നെ പറ്റി ഞമ്മക്കും അറിയാലോ, നിന്നെ പറ്റിയിട്ട് നീ ഇങ്ങനൊക്കെയല്ലേ എന്ന് പറഞ്ഞിട്ട് അയാളുടെ അയ്ബ്, അയാളെ മോശമാക്കി ആക്ഷേപിക്ക് സംസാരിച്ച് നിങ്ങൾ സംസാരിക്കണ്ട. ഫഇന്നമ വബാലു ദാലിക അലൈഹി, അതിന്റെ കുറ്റങ്ങൾക്കാണ്. അയാളുടെ പടച്ചവനെ അയാളെ കാണാം, നിങ്ങളുടെ പടച്ചവനെ നിങ്ങളാണ് കാണേണ്ടത്. അതുകൊണ്ട് വേറെ ആളെ നിങ്ങളെ മോശാക്കി സംസാരിച്ചു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ തിരിച്ചതിന് പ്രതികാരം ചെയ്യാൻ പോകണ്ട എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശിച്ചു കൊടുത്തു. റവാഹു അബൂ ദാവൂദ് തിർമിദി. അപ്പോ ഇതുമായി ബന്ധപ്പെട്ട് ഇതിൽ ഈ വസ്ത്രം നിര്യാണിക്ക് താഴെ താഴ്ത്തിയിടരുത് എന്നതിനെ കുറിച്ച് പറയാൻ വേണ്ടി, പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ചും ഈ ഹദീസ് പറഞ്ഞത്. അള്ളാഹു വസ്ത്രധാരണയുമായി ബന്ധപ്പെട്ട അധ്യാപനങ്ങളെ ശിരസ വഹിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.